പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിന് സീറ്റില്ല. പകരം ആര് സ്ഥാനാർത്ഥിയാകും എന്നതിൽ വ്യക്തതയില്ല. സമവായമാകാത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വിട്ടു. ഉദുമ, പട്ടാമ്പി, പെരുമ്പാവൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിൽ ഒറ്റ പേരിലെത്താൻ കഴിഞ്ഞില്ല. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചു. വിഷ്ണു ചേർന്നു വിശദവിവരങ്ങളുമായി. വിഷ്ണു, ഏറ്റവും ആദ്യം ഞാൻ മുഹമ്മദ് ഷിയാസിനെ കുറിച്ച് ചോദിക്കാം. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചു എന്ന കാര്യം ഏകദേശം വ്യക്തമാണോ? അങ്ങനെയെങ്കിൽ ദീപ്തി മേരി വർഗീസിന്റെ കാര്യം എന്ത്? പോസ്റ്റർ അടക്കം പ്രിന്റ് ചെയ്ത് തുടങ്ങിയിരുന്നു എന്നാണ് നമുക്ക് ഇന്നലെ ലഭ്യമായ വിവരങ്ങൾ. പറയൂ. മോത്തി, പോസ്റ്റർ അടക്കം പ്രിന്റ് ചെയ്ത് തുടങ്ങുക മാത്രമല്ല, കൊച്ചിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കാര്യമാണ് കുറച്ചുകൂടി നമ്മൾ പരിതാപപൂർവ്വം നോക്കിക്കാണേണ്ടത്. കാരണം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ അവർ പുതിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി അവിടെ നടത്തുകയും എന്നാൽ സ്ഥാനാർത്ഥി ആരെന്ന് അർദ്ധരാത്രിയായിട്ടും തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയും ചെയ്ത മണിക്കൂറുകളാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയിൽ ഷിയാസിന് വേണ്ടി VD സതീശൻ രംഗത്തെത്തുമ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ പേരും ഒട്ടും വെട്ടിക്കളയാൻ പറ്റാത്ത നിലയിലായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് മാറി മറിഞ്ഞു വന്നപ്പോൾ ദീപ്തി മേരി വർഗീസ് മാറി ഷിയാസിന്റെ പേരിലേക്ക് എത്തുകയാണ് കൊച്ചിയിൽ കോൺഗ്രസ്. ഷിയാസിനെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള യാതൊരു ചർച്ചകളും ഇപ്പോൾ ഇല്ല. നിലവിൽ ഷിയാസ് എന്ന ഒറ്റ പേരിലേക്ക് കൊച്ചിയിലെ കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ നടത്തിയ ഒരു നീക്കം അത് ലക്ഷ്യം കണ്ടിരിക്കുന്നു. VD സതീശന്റെ ഉറ്റ അനുയായിയായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഷിയാസിന് ഇപ്പോൾ കൊച്ചി സീറ്റ് നൽകുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൊച്ചി സീറ്റിന് ലത്തീൻ സഭ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സഭാ വിഭാഗങ്ങളിൽ പ്രമുഖരാണ് ലത്തീൻ സഭ. അപ്പോൾ അവർക്ക് അതിന് പകരം ഇപ്പോൾ വൈപ്പിൻ മണ്ഡലം നൽകാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വൈപ്പിൻ മണ്ഡലത്തിൽ ടോണി ചമ്മണിയെ കൊണ്ടുവന്ന് ആ അതൃപ്തി പരിഹരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും കൊച്ചിയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി ആ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഒരു തീരുമാനം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ആശ്വാസം. അതേസമയം തന്നെ എറണാകുളം ജില്ലയുടെ മറ്റൊരു ഭാഗത്ത്, അതായത് പെരുമ്പാവൂരിൽ ഇത് സംബന്ധിച്ച് തലവേദന കൂടുതൽ രൂക്ഷമാകുന്നു. കാരണം എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടിയുള്ള മുറവിളികളും ഫ്ലക്സുകളും ബാനറുകളും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് യാക്കോബായ സഭാ വിഭാഗത്തിൽ നിന്നുള്ള എൽദോസ് കുന്നപ്പള്ളിക്ക് ഇപ്പോൾ സീറ്റ് നിഷേധിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ഒരു ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം എത്തിയിട്ടുള്ളത്. ഇന്നലെ ഉൾപ്പെടെ ഡൽഹിയിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും KC വേണുഗോപാലിനെ ഉൾപ്പെടെ നേരിൽ കണ്ട് തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തതാണ് ഇത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളി. തനിക്ക് മണ്ഡലത്തിലെ ഓരോ വീടുകളും കയറി ഇറങ്ങിയ പരിചയം, കഴിഞ്ഞ ഒരു വർഷമായി താൻ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ, ഇതിന് പുറമെ തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിവിധ പഞ്ചായത്ത് ഭരണസമിതികളുടെയും അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കളുടെയും എല്ലാം കത്തുകളും എല്ലാം AICCക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടും സീറ്റ് നൽകിയില്ല. പെരുമ്പാവൂരിൽ സീറ്റ് നൽകിയില്ല എങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന അവസാനത്തെ പ്രതികരണത്തിൽ നിന്ന് തോന്നുന്നു. ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുക മാത്രമാണ് പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും അതായിരുന്നു നമുക്ക് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം മാതൃഭൂമി ന്യൂസിനോട് എൽദോസ് കുന്നപ്പള്ളി പ്രതികരിച്ചപ്പോൾ താൻ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും തനിക്ക് ഇത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുമുള്ള തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. തന്റെ ഭാഗം കൃത്യമായി ദേശീയ നേതൃത്വത്തെ അറിയിക്കാനും അവരെ ബോധ്യപ്പെടുത്താനും തനിക്ക് സാധിക്കും, അതിനുവേണ്ടിയാണ് താൻ വന്നത് എന്നെല്ലാം അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലുടനീളം ആ ഒരു നിരാശ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. UDFിൽ ആര് മത്സരിച്ചാലും വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി പെരുമ്പാവൂർ മാറി, അല്ലെങ്കിൽ താൻ കഴിഞ്ഞ ഒരു വർഷത്തെ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാറ്റിയെടുത്തു. അപ്പോൾ ആര് സ്ഥാനാർത്ഥിയായി വന്നാലും UDFിന്റെ വിജയമാണ് അവിടെ തന്റെ ലക്ഷ്യം എന്നത് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. അതിന്റെ അർത്ഥം എൽദോസ് കുന്നപ്പള്ളിക്ക് വ്യക്തമായ ധാരണയുണ്ട്, തനിക്ക് അവിടെ സീറ്റ് നിഷേധിക്കപ്പെട്ടു, സിറ്റിംഗ് MLA-മാരിൽ താൻ മാത്രം ഇപ്പോൾ തഴയപ്പെട്ടു, തനിക്കെതിരെയുള്ള കേസാണ് തന്റെ മുന്നോട്ടുള്ള പോക്കിന് വിഘാതമായി നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൽദോസ് കുന്നപ്പള്ളിക്ക് ഇത്തരത്തിൽ ചില അനുകൂല പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. ചിലരൊക്കെ രംഗത്തേക്ക് വരുന്നു അനുകൂലമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ വൈകിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. AICC തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് നൽകണ്ട എന്ന കാര്യത്തിൽ. അത് ഇനി ഒരു പ്രഖ്യാപനമായി പുറത്തേക്ക് വരിക മാത്രമാണ് വേണ്ടത്.